ഞാൻ ഇന്നലെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, അതിപ്പോ അവരൊരു ചാരക്കേസിൽ പ്രതിയാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലല്ലോ ഇങ്ങോട്ട് കൊണ്ടുപോകും. ഞാൻ ടൂറിസം വകുപ്പിനെയും ടൂറിസം മന്ത്രിയെയും കുറ്റപ്പെടുത്തില്ല. അറിഞ്ഞുകൊണ്ട് ഒരാളും കൊണ്ടുവരില്ലല്ലോ. പിന്നെ നമ്മൾ കൊണ്ടുവന്ന ഒരാൾ കുറച്ചാൾ കഴിയുമ്പോൾ ചാര പ്രവൃത്തി നടത്തി എന്ന് പറഞ്ഞാൽ അതിനിപ്പോൾ നമ്മൾ കുറ്റക്കാരാവുമോ? ഞാൻ ഇന്നലെ പറഞ്ഞു, നമ്മുടെ കൂടെ നിന്ന് എത്ര പേര് ഫോട്ടോ എടുക്കുന്നു. ആ ഫോട്ടോ എടുക്കണമെന്ന് നാളെ വല്ല സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പ്രതിയാണ്. നിങ്ങളെല്ലാം കൂടി മൈക്കും ചൂട്ടിയിട്ട് എൻ്റെ അടുത്തേക്ക് വരരുത്. അത്രയുള്ള കാര്യം. അങ്ങനെ ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷമാണ്. എതിർക്കേണ്ട സ്ഥലം ഞങ്ങൾക്കറിയാം. അതിനെ ഞങ്ങൾ എതിർക്കും. ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറഞ്ഞു അല്ലെന്ന്. ക്ലീൻ ചിറ്റ് അല്ല, അദ്ദേഹം കുറ്റക്കാരനല്ലല്ലോ. അദ്ദേഹം കുറ്റക്കാരല്ല, ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും കുറ്റക്കാരല്ല. അവർ ഒരു വ്ളോഗറെ കൊണ്ടുവന്ന സമയത്ത് അവർ ചാരപ്രവൃത്തി നടത്തിയെന്ന് ഇവർക്ക് അറിയോ? ഇവർക്ക് അറിഞ്ഞാൽ ഇവർ കൊണ്ടുവരുമോ? അവർ വ്ളോഗർ നിലയിലെ കൊണ്ടുവന്ന് പിന്നീടല്ലേ ഇൻ്റലിജൻസ് ഏജൻസിയും സെൻട്രൽ ഏജൻസിയും കണ്ടുപിടിച്ച് അവരൊരു ചാരപ്രവൃത്തി നടത്തിയ ആളാണെന്ന് അറിയുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ നടക്കുന്ന ആളുകൾ എങ്ങനത്തെ പരിപാടിയാണ്, എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്കറിയാൻ പറ്റുമോ? നമുക്ക് പരിചയമില്ലാത്ത ആളുകൾ വരെ നമ്മുടെ കൂടെ നിൽക്കും. ഞാൻ പറഞ്ഞു, നമ്മളൊരു കല്യാണത്തിന് പോകുമ്പോൾ വധുവരന്മാരുടെ തൊട്ടിപ്പുറത്ത് നിന്ന് നമ്മൾ ഫോട്ടോ എടുക്കും. തൊട്ടപ്പുറത്ത് വേറെ ആരോ നിൽക്കുന്നുണ്ട്. അത് വല്ല കുഴപ്പക്കാരനാണെങ്കിൽ അതെ നമ്മൾ ഒരുമിച്ച് പോയി ഫോട്ടോ എടുത്ത് നാളെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? അതൊന്നും ആകുന്നില്ല. അങ്ങനെയൊന്നും ഞങ്ങൾ അനാവശ്യമായ ഒരു ആരോപണവും ഉന്നയിക്കില്ല. ഒരു കാരണവശാലും ഒരു മന്ത്രിയും ഒരു ഡിപ്പാർട്ട്മെൻറ്റും ഒരു ചാരപ്രവൃത്തി നടത്തിയ ഒരാളെ വ്ളോഗറായിട്ട് കൊണ്ടുവരില്ല. അത് പിന്നീട് അറിഞ്ഞതിന് അവരെന്ത് ചെയ്യാൻ പറ്റും? അതിനേക്കാളൊക്കെ എത്രയും വലിയ ഗൗരവമുള്ള വിഷയമുണ്ട്. ആരോഗ്യ കേരളത്തെ പറ്റി ചർച്ച ചെയ്യും. നമുക്ക് നല്ല ഡിബേറ്റ് നടക്കട്ടെ, നല്ല ഡിബേറ്റ് നടക്കട്ടെ, നല്ല ഡിസ്കോഴ്സ് ഉണ്ടാകട്ടെ. അതിൻ്റെ ഒരു ഗുണം ഉണ്ടാകട്ടെ. അതിൻ്റെ ബെനഫിഷ്യറി കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളായിരിക്കണം, അതിൻ്റെ ഗുണഭോക്താക്കൾ. അതാണ് രാഷ്ട്രീയം. അങ്ങനെ ആയിരിക്കണം രാഷ്ട്രീയം. അതുകൊണ്ടാണ് ഞങ്ങൾ ആ വിഷയം ഫോക്കസ് ചെയ്ത് കേരളത്തിലെ ജനങ്ങളെ, ഏറ്റവും പാവപ്പെട്ടവരെ ബാധിക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നമാണ് സർക്കാർ ആശുപത്രി, മെഡിക്കൽ കോളേജ്. സർക്കാർ ആശുപത്രിയിലെ വിഷബാധയ്ക്കെതിരെ എടുത്ത കുത്തിവെപ്പ് അതിനെക്കുറിച്ച് ഗൗരവതരമായി ആ വാക്സിനെ കുറിച്ചും മറ്റേ റാബീസിനെ കുറിച്ചും ഒക്കെ പരിശോധിക്കേണ്ട. ഇതൊക്കെ എന്ത് മരുന്നാണ് കൊടുക്കുന്നത്? ആ മരുന്നൊന്നും ഏൽക്കുന്നില്ല എന്നാണ് പറയണത്. 1,65,000 പേരെ പട്ടിയടിച്ചു. മറ്റേ വിഷബാധിച്ചവരെല്ലാവരും മരിച്ചു. ഇഞ്ചക്ഷൻ എടുത്തിട്ട് രക്ഷപ്പെടുത്താൻ പറ്റിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആ മരുന്നൊക്കെ ശരിയാണെന്നൊക്കെ ഒരു പരിശോധന കൂടെ നടത്തും. ശരിയായിട്ടുള്ള മരുന്നാണ് അല്ലെ പച്ചവെള്ളമാണ് കൊടുക്കുന്നത് ആർക്കറിയാം? അത് അന്വേഷിക്കട്ടെ, മരുന്ന് ശരിയാണെന്ന്. പരാതി വന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്.